നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പ്രതിരോധിക്കാൻ ഒരുങ്ങി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. സംസ്ഥാനത്തിനെതിരെ തുടരുന്ന അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി 8-നാണ് കേരള മുഖ്യമന്ത്രിയും സംഘവും പ്രതിഷേധിക്കുന്നത്. നേരത്തെ തന്നെ LDF പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കർണാടകയും തമിഴ്നാടും പ്രതിഷേധവുമായി എത്തുന്നത്. ബുധനാഴ്ച ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കർണാടക സർക്കാരിന്റെ തീരുമാനം. കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ സംസ്ഥാനം കടുത്ത അവഗണന നേരിടുന്നെന്ന് ആരോപിച്ചാണ് സിദ്ധരാമയ്യയും സംഘവും ഡൽഹിയിൽ പ്രതിഷേധിക്കുന്നത്. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെയാണ് DMK പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പാർലമെന്റിൽ DMK MPമാർ 8-ന് കറുപ്പണിഞ്ഞ് പ്രതിഷേധിക്കും. ഇടക്കാല ബഡ്ജറ്റിൽ തമിഴ്നാടിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാലാണ് ഈ പ്രതിഷേധം. DMKക്ക് പുറമെ തമിഴ്നാട്ടിലെ സഖ്യകക്ഷികളും സമരത്തിൽ പങ്കെടുക്കും. പാർലമെന്റ് സമുച്ചയത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് സമീപമാണ് പ്രതിഷേധം നടത്തുകയെന്ന് DMK പാർലമെന്ററി പാർട്ടി നേതാവ് TR ബാലു പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധിക്കാനുള്ള കർണാടകയുടെ തീരുമാനത്തിന് പിന്നാലെ പ്രതികരണവുമായി മന്ത്രി P രാജീവ് രംഗത്തെത്തിയിട്ടുണ്ട്. ഡൽഹിയിലേക്ക് പോയി സമരം ചെയ്യുന്നത് കൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ കർണാടക മുഖ്യമന്ത്രി കണ്ടു കാണില്ല. അല്ലെങ്കിൽ ഡൽഹിയിൽ തന്നെ സമരം ചെയ്യുന്നത് പ്രധാനമാണെന്ന് കേരള സർക്കാരിന്റെ വാദത്തിനായിരിക്കും കർണാടക സർക്കാർ പ്രാധാന്യം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിനുള്ള വിവേചനപരമായ കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിക്കുന്നുവെന്ന് കേരളത്തിന്റെ അതേ വാദമുയർത്തിക്കൊണ്ട് കർണാടകയും പ്രതിഷേധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം വരണമെന്നാണ് കർണാടക സർക്കാർ ആവശ്യപ്പെടുന്നത്. കർണാടകയിലെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിപ്രായം ആരായുകയില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കർണാടക സർക്കാരും കേരളത്തിലെ കോൺഗ്രസുകാരുടെ വാക്കുകൾ ഗൗനിക്കുന്നില്ല എന്ന് കേരളത്തിന്റെ പാത പിന്തുടരുന്നതിലൂടെ വ്യക്തമാക്കുകയാണെന്നും P രാജീവ് പറഞ്ഞു. നാടാണ് പ്രധാനം, നാടിനായി ഒന്നിക്കണം. കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ പങ്കെടുക്കണമെന്നാണ് ഇപ്പോഴും കേരളം ആവശ്യപ്പെടുന്നത്. വാളയാർ അതിർത്തിക്കപ്പുറം ഒരു നയവും വാളയാറിനിപ്പുറം മറ്റൊരു നയവും എന്ന നിലപാട് അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിനായി ഫെബ്രുവരി 8-ന് ജന്തർ മന്ദിറിൽ സംസ്ഥാനം നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് ഇനിയും സമയമുണ്ടെന്ന് P രാജീവ്. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് വിവേചനമുണ്ടോ എന്ന് കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോഴും സംശയമുണ്ടെങ്കിൽ കർണാടകയിലെ കോൺഗ്രസിനോട് ചോദിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കേരളം നടത്തുന്ന പ്രതിഷേധത്തിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പിണറായി വിജയൻ ക്ഷണിച്ചിരുന്നു. കേരള സർക്കാരിന് വേണ്ടി മന്ത്രി P രാജീവ് ചെന്നൈയിലെ നേരിട്ടെത്തിയാണ് സ്റ്റാലിന് പ്രതിഷേധത്തിലേക്ക് ക്ഷണിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കും നടപടികൾക്കുമെതിരെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹിയിൽ ഫെബ്രുവരി 8-ന് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. സംസ്ഥാനത്തിന് ന്യായമായും കിട്ടേണ്ട വിഹിതം തടഞ്ഞു വെക്കുകയാണ് യൂണിയൻ സർക്കാർ. പദ്ധതി വിഹിതവും നികുതി വിഹിതവും റവന്യൂ കമ്മി കുറക്കുന്നതിനുള്ള സഹായവും GST നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം നിഷേധാത്മക സമീപനമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. ഒപ്പം വായ്പ എടുക്കാനുള്ള അവകാശവും നിഷേധിക്കുന്നു. കേരളത്തിന് പുറമെ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളോടും വിവേചന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഈ ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രതിഷേധത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്.